me, Lord, to thee. For cleansing in the precious blood that flowed on Calvary. Are you coming, Lord? Coming now to thee. Wash me, cleanse me in the blood that flowed on Calvary. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധന ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ നല്ല പകൽക്കാലത്തിനായിട്ട് നന്ദിയോടെ സ്തുതിയും സ്തോത്രം മഹത്വം പുകഴ്ചയും കരേറ്റുന്നു. ഈ രാവിലെ സമയം ഒരുമിച്ച് ആരാധിപ്പാൻ ആയിരിക്കുന്ന ഇടങ്ങളിലെ സ്ഥലങ്ങളിലെ സ്ഥാനങ്ങളിലെ കർത്താവേ, നിന്റെ മക്കളെ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭീതിജനകമായ ഒരു സാഹചര്യത്തിൽ കർത്താവേ ജനങ്ങൾ ജീവിക്കുമ്പോൾ അവരുടെ മധ്യേ തിരുസാന്നിധ്യവും അവിടുത്തെ ആശ്വാസകരമായ സമാധാനവും അവിടുത്തെ കൃപയും ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവമേ നിന്റെ തിരുസന്നിധി നിൽക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഈ സമയങ്ങളിൽ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ തിരുകൃപയിൽ സമർപ്പിക്കുന്നു. യേശു മിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. നമുക്ക് കീർത്തനം ഗീതം 344 ഗീതം പാടി ആരാധന ആരംഭിക്കാം. ഗീതം 344 ഗീതം. Vandana
നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇതാ യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിനാ സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് ഇന്ന് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തുതിയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ ഞങ്ങളുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും അങ്ങയുടെ കൃപാബലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമ്മുടെ ആരാധനയുടെ രണ്ടാം ഭാഗമായ പാപസ്വീകാരം. പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും ദൈവത്തെ ആരാധിക്കാം. നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ നിൽക്കണം. വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രയും നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്ത് വിനയമായി ദൈവത്തിന്റെ സ്ഥിരസന്നതയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിനായി ഒരുങ്ങാം. മുട്ടുകുത്തിമാനമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പറയാം. സർവശക്തിയും പിതാവേ, ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ കൈക്കൊള്ളണമേ. മഹാകരുണാമയനേ, നിന്റെ പരിശുദ്ധാത്മാവിനായിട്ട് ഞങ്ങളിനി എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഇഷ്ടമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നെങ്കിലും
ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശു ക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോടുകൂടി കനിവുകൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടേണമേ. ആരാധനയുടെ മൂന്നാം ഭാഗമായ ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാം. ദൈവവചനം വായിക്കുകയും പഠിക്കുകയും അത് ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പീൻ. 95-ാം സങ്കീർത്തനം പ്രതിവാക്യമായിട്ട് വായിക്കാം. വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവനതിരെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഒന്നാം പാഠഭാഗം വായിച്ചു കേൾക്കാം. ഇന്ന് കാലത്തെ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 1 മുതലുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിയോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാനൊരു ദേശത്തിൻ്റെ നേരെ വാൾ വരുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ, ദേശത്തിൻ്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളം ഊതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ച് കളയുന്നു എങ്കിൽ അവൻ്റെ രക്തം അവൻ്റെ തലമേൽ തന്നെ ഇരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവൻ്റെ രക്തം അവൻ്റെ മേലിരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുതിനെ ഛേദിച്ച് കളയുന്നു എങ്കിൽ ഇവൻ തൻ്റെ അകൃത്യ നിമിത്തം ഛേദിക്കപ്പെട്ടു പോയി എങ്കിലും അവൻ്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിയുവാൻ കരുതിക്കൊള്ളാത്ത തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ട് തിരിയാതിരിഞ്ഞാൽ അവൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. ഇവിടെ ഒന്നാം വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. സങ്കീർത്തന പാഠഭാഗം വായിക്കുന്നതായി സങ്കീർത്തന പാഠഭാഗം. ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 99-ാം സങ്കീർത്തനം. 99-ാം സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതിവാക്യമായി വായിക്കാം. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ.
നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവന്റെ പാദപീഠത്തിങ്കൽ നമസ്കരിപ്പിൻ, അവൻ പരിശുദ്ധനാകുന്നു. അവന്റെ പുരോഹിതന്മാരും മോശയും അഹരോനും ശമൂവേലും ഇവരെ കൂടെ അപേക്ഷിച്ചു. അവൻ അവർക്ക് ഉത്തരം നൽകി. മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു. അവർ അവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അവർക്ക് ഉത്തരം നൽകി. നീ അവർക്ക് ക്ഷമാപണ ദൈവവും അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരനും ആയിരുന്നു. നമുക്ക് ചേർന്ന് വായിക്കാം. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവന്റെ വിശ്വാസത്തിൽ നമസ്കരിപ്പിൻ. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാം പാഠഭാഗം വായിച്ചു. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം 1 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 13 വരെ. 1 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 13 വരെ. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ലവരെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപവ്യാതനായി ഏകഭാര്യയുടെ ഭർത്താവും നിർബന്ധനും ജിതേന്ദ്രനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും അരുതാം. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുതാം. നിന്നയിലും പിശാചിൻ്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. അവണ്ണം ശുശ്രൂഷകന്മാർ കനശാലികളായിരിക്കണം. ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുതാം. അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയാൽ സനസാക്ഷിയിൽ വെച്ച് കൊള്ളുന്നവർ ആയിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. അനിന്ദ്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. അവണ്ണം സ്ത്രീകളും കനശാലികളായി ഏഷണി പറയാതെ നിർബന്ധന്മാരും എല്ലാറ്റിലും വിശ്വസ്തരുമായിരിക്കണം. ശുശ്രൂഷകന്മാർ ഏകഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെ സ്വന്തം കുടുംബങ്ങളെ നന്നായി ഭരിക്കുന്നവനും ആയിരിക്കണം. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുയേശുവിനുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. ഇവിടെ രണ്ടാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. നമുക്ക് ഇന്നത്തേക്ക് പ്രത്യേകമായി നിശ്ചയിക്കുന്ന സുവിശേഷ വേദ പാഠഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 21-ാം അധ്യായത്തിൽ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം തുടങ്ങി 19-ാം വാക്യം വരെ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമത് അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമത് അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശുവിനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട്
ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഇത് കർത്താവിൻ്റെ സുവിശേഷം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ദൈവവചനം പ്രസംഗിക്കുന്നതിന് മുമ്പായിട്ട് കീർത്തനം 442 കീർത്തനം നമുക്ക് പാടാം. ഈ കീർത്തനം 442 പാടി കഴിയുമ്പോൾ ദൈവവചനം സംസാരിക്കുന്നതായിരിക്കും. ഇന്ന് ദൈവവചനം സംസാരിക്കുന്ന എൻ്റെ ഭാര്യ സഹോദരൻ മിസ്റ്റർ ഷാജി ജോർജ് അവർകളാണ്. ക്രൈസ്തവ മൂല്യങ്ങൾ നിറഞ്ഞതായ അനേക പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവും വാഗ്മിയും തിരുവല്ല ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പളായി ഇവിടെ വിരമിച്ച ശ്രീ ഷാജി ജോർജ് അവർകൾ അടുത്ത കീർത്തനത്തിന് ശേഷം ദൈവവചനം സംസാരിക്കുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കളമശ്ശേരി CSI ഓൾ സയൻസ് ചർച്ചിൻ്റെ വിശുദ്ധ ആരാധനയുമായുള്ള ബന്ധത്തിൽ ഈ വിശുദ്ധ ദിവസത്തിൽ വചനധ്യാനവുമായി നിൽക്കുവാൻ തക്കവണ്ണം എളിയവനായ എനിക്ക്
വലിയവനായ ദൈവം നൽകിയ വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഒരു ദൗത്യത്തിനായി എനിക്ക് നിയോഗം നൽകിയ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഹൃദയ ബന്ധു കൂടിയായ റവറൻ പ്രൈസ് തൈപ്പറമ്പിൽ അച്ഛനോടും ഇടവകയിലെ ചുമതലക്കാരോടും വിശ്വാസ സമൂഹത്തോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തെ ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. പട്ടത്വ ശുശ്രൂഷയെക്കുറിച്ച് സഭയായി ചിന്തിക്കുന്ന ഒരു ദിവസമാണിന്ന്. രൂപാന്തരപ്പെട്ടവരായി തീരുക എന്ന വലിയ ദർശനം സഭയായി മുഖ്യ ചിന്താവിഷയമായി ധ്യാനിക്കുന്ന ഒരു ദിവസം കൂടിയാണിത്. ഈ വിശുദ്ധ ദിവസത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ന് വിശുദ്ധ ഏവൻഗേലിയോനായി വായിച്ച ഭാഗം തന്നെയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ ഏവൻഗേലിയോനായി നാം ഇന്ന് വായിച്ചു കേട്ടത്. ആ ഭാഗവുമായി ബന്ധപ്പെട്ട് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 17-ാമത്തെ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കട്ടെ. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഇപ്രകാരം വചന ധ്യാനവുമായുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് ധ്യാനിപ്പാൻ അവിടുന്ന് നൽകിയ അവസരത്തിനായി സ്തോത്രം. കർത്താവെ, ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പ്രൈസ് അച്ഛനെ കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കണമേ, ഇടവകയ്ക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവെ, പട്ടത്വ ശുശ്രൂഷയെക്കുറിച്ച് ധ്യാനിക്കുന്നതായുള്ള ഈ ദിവസം എല്ലാ പട്ടക്കാരെയും അവിടുത്തെ അഭിഷിക്തരായ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ എല്ലാം ശുശ്രൂഷകളിലൂടെ ദൈവനാമൗത്തപ്പെടുവാൻ, വിശ്വാസ സമൂഹം, പൊതുസമൂഹം അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകണമേ. ഞങ്ങൾ ഗ്രഹിക്കേണ്ട കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിച്ച് കർത്താവിൻ്റെ ദൗത്യത്തിൽ ഞങ്ങൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട പങ്ക് ശരിയാവണ്ണം നിർവഹിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീന അടിയനെ അവിടുത്തെ കാര്യങ്ങളിലേക്ക് തരുന്നു. സകലവും യേശുരക്ഷകൻ്റെ ധന്യനാമത്തെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. പണ്ട് ഒരു നാടിൻ്റെ ആചാര്യനായ ഗുരുവരേണ്യനായ ഒരു മനുഷ്യനോട് ആ നാട്ടുകാർ ചെന്ന് അവരുടെ ഒരു അഭ്യർത്ഥന നടത്തി. നാട് മുഴുവൻ വരൾച്ചയിലാണ്, മഴയില്ലാതെ എല്ലാവരും കഷ്ടപ്പെടുകയാണ്. ആ കൊടിയ വരൾച്ചയിൽ കുടിവെള്ളം പോലും കിട്ടാനില്ലാതെ ആളുകൾ പരക്കം പായുകയാണ്. അവിടുത്തെ പച്ചപ്പെല്ലാം മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഗുരുതരമായൊരു പ്രതിസന്ധിയിൽ അവർ ഈ ഗുരുവിനോട് പറയുകയാണ്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഗുരു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി അവിടെയുള്ള ഒരു മല കയറിപ്പോയി എന്നതാണ് ആ കഥയിൽ പറയുന്നത്. ആ ഗുരു അവിടെ പോയി, മല കയറിപ്പോയി. അവിടെ മലമുകളിൽ ചെന്ന് നിന്ന് കരങ്ങൾ ഉയർത്തി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുകയാണ്. ആ കഥയിൽ പറയുന്നത്, ആ പ്രാർത്ഥനയിൽ അതിൻ്റെ ജാഗ്രതയുടെ പൂർണ്ണമായ ഉണർവിലേക്ക് അദ്ദേഹം പ്രവേശിച്ചപ്പോൾ
അതിൻ്റെ തീക്ഷ്ണതയിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹം തന്നെ ഒരു മഴമേഘമായി രൂപപ്പെട്ട് ആ നാട്ടിൽ മഴയായി പെയ്തു എന്നാണ്. ആ മഴയായി പെയ്യുവാൻ തക്കവണ്ണം മഴമേഘമായി അദ്ദേഹം രൂപാന്തരപ്പെട്ടു. അപ്പോൾ ആ മഴ ഏറ്റുവാങ്ങുവാനായി ഒരു പ്രവേശനോത്സവം ആചരിച്ചുകൊണ്ട്, മഴയുടെ ഒരു പ്രവേശനോത്സവം ആചരിച്ചുകൊണ്ട് നാട്ടുകാരെല്ലാം വീട്ടിൽ നിന്നും തെരുവീഥികളിലേക്ക് ഇറങ്ങുകയാണ്. അവരെല്ലാവരും നനഞ്ഞ് കുളിച്ച് ആഘോഷം പങ്കുവെക്കുകയാണ്. കുട്ടികളൊക്കെ തുള്ളിച്ചാടുകയാണ്, മഴ നനഞ്ഞ് തുള്ളിച്ചാടുകയാണ്. അപ്പോഴാണ് അവർ അന്വേഷിക്കുന്നത് തങ്ങളുടെ ഗുരു എവിടെയാണ്. ഗുരുവിനെ അവർ അന്വേഷിച്ചു. അപ്പോൾ ചിലർ പറഞ്ഞു, മല മുകളിലേക്ക് കയറിപ്പോകുന്നത് ഞങ്ങൾ കണ്ടതാണ്, നമുക്ക് അവിടെ അന്വേഷിക്കാം. പക്ഷെ അവിടെ കയറി ചെന്നിട്ട് അദ്ദേഹത്തെ കണ്ടില്ല. അപ്പോഴാണ് അവർ പറയുകയാണ്, അവരുടെ അമ്മമാർ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ നനയുന്ന ഈ മഴയിൽ നമ്മുടെ ഗുരുവിൻ്റെ ത്യാഗമുണ്ട്, കണ്ണുനീരുണ്ട്, പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിൻ്റെ മഴയാണ് നാം ഇപ്പോൾ നനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ പട്ടക്കാരൻ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ദൈവജനത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ അഭിഷിക്തനായി പ്രവർത്തിക്കുമ്പോൾ ഇപ്രകാരം ജനത്തിനു വേണ്ടി ഒരു മഴമേഘമായി രൂപാന്തരപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നമ്മുടെ ഇടവക അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിശ്ചയമായും ആ പട്ടക്കാരൻ്റെ കണ്ണുനീരിൻ്റെ നനവുള്ള ആ പ്രാർത്ഥനയുടെ കാരുണ്യം കൂടിയാണ്, അനുഗ്രഹം കൂടിയാണ് നാം ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതുമെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയണം. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന, ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന പ്രൈസ് അച്ഛനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, കുടുംബത്തെ ഓർത്ത് സ്തുതിക്കാം. അതുപോലെ ഇടവകയിൽ ഇതിനു മുൻപ് ശുശ്രൂഷ ചെയ്തവരെയൊക്കെ നമുക്ക് ഓർക്കാം. സഭയിൽ ഈ മഹനീയമായ ശുശ്രൂഷ നിർവഹിക്കുന്ന എല്ലാ പട്ടക്കാരെയും നമ്മൾ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തുതി കരേറ്റാം. അതിനുള്ളൊരവസരമായി ഇത് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഫ്രാൻസിസ് ഓഫ് അസീസി ലോകങ്ങളുടെ ഏറ്റവും വലിയ ആത്മീയ തേജസ്സുകളിൽ അത്തരത്തിലുള്ള ഒരാളായിട്ടാണ് ലോകം എന്നും വിലയിരുത്തിയിട്ടുള്ളത്. അദ്ദേഹം സുവിശേഷം പ്രഘോഷിപ്പാനായി തീവ്രമായ ആഗ്രഹം ഉള്ളിലുണ്ടാകുമ്പോൾ അദ്ദേഹം മാർപ്പാപ്പായുടെ അടുക്കൽ ചെന്ന് അതിനൊരു അനുവാദം ചോദിക്കുവാനായി കടന്നു ചെല്ലുന്ന ഒരു രംഗമുണ്ട്. കസാൻ സാക്കീസ് ഗോഡ്സ് പാപ്പർ എന്നുള്ള പ്രസിദ്ധമായ പുസ്തകത്തിൽ ആ ഭാഗമൊക്കെ അതിമനോഹരമായിട്ടാണ് വർണ്ണിക്കുന്നത്. മാർപ്പാപ്പയുടെ അടുക്കൽ അദ്ദേഹം ചെല്ലുമ്പോൾ, അന്ന് ഈ ഫ്രാൻസിസിനെ ആർക്കും അറിയില്ല, അദ്ദേഹം പ്രസിദ്ധനൊന്നും ആയിട്ടില്ല, അദ്ദേഹം രംഗത്തിറങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ മാർപ്പാപ്പായ്ക്ക് ഇദ്ദേഹത്തെ കണ്ടിട്ട് ഒരു സുവിശേഷം ഘോഷിപ്പാൻ തക്കവണ്ണമുള്ള ഒരു ആധികാരികതയുള്ള ഒരാളായിട്ട് തോന്നിയില്ല. അപ്പോൾ മാർപ്പാപ്പ ചോദിച്ചു, എന്ത് ചേതോ വികാരമാണ് നിന്നെ പ്രേരിപ്പിക്കുന്നത്? ഈ സുവിശേഷം പറയുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന വികാരം എന്താണ്? അപ്പോൾ ഫ്രാൻസിസ് ഓഫ് അസീസി പറഞ്ഞു, ഒരു ഉപമയാണ് പറഞ്ഞത്. അതായത് ഒരു ശീതകാലത്ത് ഒരു കാട്ടിൽ നിൽക്കുന്ന ബദാമരം പൂത്തുലയുകയാണ്. ആ ബദാമരം പൂത്തുലയുമ്പോൾ മറ്റ് മരങ്ങളൊക്കെ ബദാമരത്തോട് പരാതി പറയുകയാണ്. അവരെല്ലാം ദേഷ്യപ്പെടുകയാണ്. ബദാമരത്തോട് പറയുന്നു, നീ ഒരു അഹങ്കാരിയാണ്, ഈ കാലം നമുക്ക് പൂക്കാനുള്ള കാലമല്ല, ഇത് ശീതകാലമാണ്, വസന്തകാലത്താണ് പൂത്തുലയേണ്ടത്, ഇപ്പോൾ നീ പൂത്തുലയുന്നത് നിൻ്റെ അഹങ്കാരം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ബദാമരം പറയുന്ന ഒരു മറുപടിയുണ്ട്. ബദാമരം പറയുകയാണ്, നിങ്ങൾക്ക് ചുറ്റും ശീതകാലമായിരിക്കാം, എനിക്ക് ചുറ്റും ശീതകാലമാണ്, നമുക്ക് ചുറ്റും ശീതകാലമാണെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു വസന്തത്തിൻ്റെ തെന്നൽ വീശുമ്പോൾ എനിക്ക് പൂക്കാതിരിക്കുവാൻ ആവുകയില്ല എന്നാണ് അദ്ദേഹം ആ ബദാമരം മറുപടി പറഞ്ഞത്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഫ്രാൻസിസ് ഓഫ് അസീസി പറയുകയാണ്, ഇതുപോലെയാണ് എൻ്റെ ഹൃദയ വികാരങ്ങൾ. എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു എന്ന വസന്തം നിറയുമ്പോൾ എനിക്കത് പ്രഘോഷിപ്പാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല, അതുകൊണ്ട് എന്നെ അനുവദിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ക്രിസ്തു എന്ന വസന്തത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നതാണ് ഒരു പട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു അഭിഷിക്തനെ സംബന്ധിച്ചിടത്തോളം രൂപാന്തരത്തിൻ്റെ ഏറ്റവും വലിയ ഘട്ടം. അങ്ങനെ രൂപാന്തരപ്പെട്ട അഭിഷിക്തർ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തർക്കും ഈ ഒരു വസന്തത്തിൻ്റെ അഭിഷിക്ത ശുശ്രൂഷ നിർവഹിക്കാനുണ്ട് എന്നുള്ളത് ഒരു രാജകീയ പുരോഹിത വർഗം എന്ന നിലയിൽ അൽമായക്കാരും പട്ടക്കാരും എല്ലാം ആ ഒരു രാജകീയ പുരോഹിത വർഗത്തിൽ ഉൾപ്പെട്ടവരാണ്.
അപ്പോൾ ആ പുരോഹിത വർഗത്തിൻ്റെ ഭാഗമായി നമുക്കൊക്കെ ക്രിസ്തു എന്ന വസന്തത്തെ ഏറ്റുവാങ്ങി രൂപാന്തരപ്പെട്ടവരായി മറ്റുള്ളവരെ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് നാം ഓർക്കേണ്ട ഒരു ദിവസമാണിത്. ഇന്ന് നമ്മൾ ധ്യാനിച്ചത് പത്രോസിനെ കുറിച്ചാണ്. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം പത്രോസും യേശുവും തമ്മിലുള്ള കണ്ടുമുട്ടൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അന്ത്രയോസ് യേശുവിനെ കാണുന്നു, യേശുവിൻ്റെ കൂടെ പോയി പാർക്കുന്നു. അതിനുശേഷം യേശുവിനെ കണ്ടെത്തിയ വിവരം പത്രോസിനോട് പറയുന്നു. പത്രോസ് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ യേശു അവനെക്കുറിച്ച് അവിടെ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അവിടെ യേശു പറയുകയാണ്, നീ യോഹന്നാൻ്റെ മകനായ ശിമോനാണ്, എന്നാൽ നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. ഇത് പത്രോസ് എന്നാകുന്നു. അപ്പോൾ കർത്താവ് അവൻ്റെ ആദ്യ ദർശന മാത്രയിൽ തന്നെ, അവനെ ആദ്യം കണ്ടുമുട്ടുമ്പോൾ തന്നെ അവൻ്റെ പേര് മാറ്റിയിടുകയാണ്. അത് കേഫ എന്ന പേരിടുകയാണ്. പത്രോസ് എന്നാണ് ആ പേര് അവനിടുകയാണ്. അപ്പോൾ പേരിടുക എന്ന് പറയുന്നത് ഒരു അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടാനായിട്ടുള്ള അവകാശം അവരുടെ രക്ഷകർത്താക്കൾക്ക് ആണ് ആ ഒരു അവകാശമുള്ളത്. കർത്താവിനെ പേരിട്ടപ്പോൾ സ്വർഗം പേരിട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ക്രിസ്തുവിൻ്റെ മേൽ സ്വർഗത്തിനുള്ള അവകാശത്തെ പ്രഖ്യാപിക്കുകയാണ്. യോഹന്നാൻ സ്നാപകനെ സ്വർഗത്തിൻ്റെ നിശ്ചയപ്രകാരം പേരിട്ടെങ്കിൽ അവൻ സ്വർഗത്തിന് അവകാശപ്പെട്ടവനാണെന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതാ കർത്താവ് പത്രോസിനെ കണ്ടുമുട്ടുമ്പോൾ തന്നെ പേര് മാറ്റിയിടുകയാണ്. പണ്ട് ഒരു പ്രശസ്തനായ ഒരു ഗുരുചരൺ ദാസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രശസ്തനായ പത്രപ്രവർത്തകനെക്കുറിച്ച്, എഴുത്തുകാരനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്ന സംഭവം വളരെ ഹൃദ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ പേര് വരാനുള്ള കാരണമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തീരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരു ഗുരുവിൻ്റെ അടുക്കൽ ഈ കുഞ്ഞിനെയുമായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ കുഞ്ഞിനെയുമായി ചെന്ന് ഗുരുവിൻ്റെ ചരണങ്ങളിൽ, ആ പാതാരവിന്ദങ്ങളിൽ കുഞ്ഞിനെ സമർപ്പിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളുടെ കുഞ്ഞിനെ അങ്ങ് പേരിടണം. അത്രമാത്രം അവർക്ക് ആദരവാണ്. അപ്പോൾ ആ ഗുരു പേരിടുകയാണ്, ഇവനെ എൻ്റെ ചരണങ്ങളിൽ സമർപ്പിച്ചവനാണല്ലോ, അതുകൊണ്ട് എൻ്റെ ചരണങ്ങൾക്ക് ദാസനായി ഇവനെന്നും ഇരിക്കട്ടെ എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഗുരുചരൺ ദാസ്, ഗുരുവിൻ്റെ ചരണങ്ങൾക്ക് ദാസനായിട്ടിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പേരിടുകയാണ്. പിന്നീട് അത് ചുരുക്കി അദ്ദേഹം ഗുരുചരൺ ദാസ് എന്ന പേര് ആ രീതി രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാ ഒരു ഗുരുവിൻ്റെ കണ്ടുമുട്ടൽ ആ കുഞ്ഞിനെ സംബന്ധിച്ച് പുതിയൊരു നാമകരണത്തിലേക്ക് നയിക്കുകയാണ്. ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ ഇതാ പത്രോസ് ഒരു പുതിയ ഈ ശിമോന്, യോഹന്നാൻ്റെ മകനായ ശിമോൻ പത്രോസായി രൂപാന്തരപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ രൂപാന്തരത്തിൻ്റെ ആദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ കണ്ടെത്തുന്ന ഘട്ടമാണ് എന്ന് നിശ്ചയമായിട്ട് നാം തിരിച്ചറിയണം. മറ്റൊരു സന്ദർഭം അതിനുശേഷം നാം കാണുന്നത്, യേശു ഇതാ പത്രോസൊക്കെ അവിടെ പടകിൽ വല വീശിയിട്ട് ഒരു മീനും കിട്ടാതിരിക്കുന്നതായ ഒരവസ്ഥാ വിശേഷത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോഴേക്കാണ് യേശു അവിടെ കടൽത്തീരത്ത് വചനം ഘോഷിക്കാനായി നിൽക്കുന്നത്. ആളുകൾ തിക്കിത്തിരക്കുമ്പോൾ അവിടെ നിന്ന് പ്രസംഗിക്കുവാൻ, കരയിൽ നിന്ന് പ്രസംഗിക്കാൻ പ്രയാസമായതിനാൽ യേശു അവിടെ 2 പടക് നിൽക്കുന്നത് കാണുകയാണ്. അപ്പോൾ ശിമോൻ പത്രോസിൻ്റെ ആ പടക് തനിക്ക് വേണ്ടി വിട്ടുതരുവാനായിട്ട് ശിമോനോട് ആവശ്യപ്പെടുന്നതായ രംഗമാണത്. അപ്പോൾ പടക് ആവശ്യപ്പെടുകയാണ്. എന്തിനു വേണ്ടി? യേശുവിന് ഒരു പ്രസംഗവേദിയായി അത് തീരുവാൻ വേണ്ടി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നത് എപ്പോഴാണ്? നമ്മുടെ ജീവിതമാകുന്ന പടകിലേക്ക് കർത്താവ് കയറുമ്പോഴാണ് അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുന്നത്. അതുകൊണ്ട് രൂപാന്തരത്തിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് യേശുവിൻ്റെ വകയായി നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് രൂപാന്തരം നമ്മിൽ സംഭവിക്കുക. അത് പട്ടക്കാർക്കായാലും അൽമായക്കാർക്കായാലും രൂപാന്തരം അങ്ങനെയാണ് സംഭവിക്കുക, നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ പടകിൻ്റെ ആ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ യേശുവുള്ള പടക് എന്നുള്ളതാണ് അതിൻ്റെ മഹത്വം. പണ്ട് റോൾസ് റോയ്സ് കാറൊക്കെ ഏറ്റവും രാജ്യത്തിൻ്റെ തലവന്മാരും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ ഒരു നാട്ടുരാജാവ് അവിടെ ഇംഗ്ലണ്ടിൽ പോയി. അദ്ദേഹം ഔദ്യോഗിക വസ്ത്രമൊന്നുമില്ലാതെ അദ്ദേഹത്തിൻ്റെ സാധാരണ വസ്ത്രധാരണ രീതി, സാധാരണക്കാരെ പോലെ വസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ ഈ റോൾസ് റോയ്സ് കാർ വിൽക്കുന്നതായ ഒരു ഷോപ്പ് കണ്ടു എന്നൊരു കഥയുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ അവിടെ കയറി അതിൻ്റെ വിലയൊക്കെ ചോദിച്ചൊക്കെ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതങ്ങനെ വിൽക്കാനുള്ളതല്ല. കാരണം ഇദ്ദേഹത്തെ കണ്ടിട്ട് റോൾസ് റോയ്സ് കാർ വാങ്ങിക്കാൻ തക്ക സ്റ്റാൻഡേർഡുള്ള ഒരാളായിട്ട് അവർക്ക് തോന്നിയില്ല. എന്നാൽ പിന്നീട് രാജാവ് തൻ്റെ ഔദ്യോഗിക വസ്ത്രമൊക്കെ അണിഞ്ഞ് പിന്നീട് വന്നപ്പോൾ അവർ വലിയ രാജകീയമായിട്ട് സ്വീകരിച്ചു.
അവരെ സ്വീകരിച്ചപ്പോൾ 6 റോൾസ് റോയ്സ് കാർ അദ്ദേഹം ബുക്ക് ചെയ്തു എന്നാണ്. പിന്നെ നാട്ടിലേക്ക് അത് പിന്നീട് കപ്പലിലൊക്കെ എത്തിച്ചേർന്നു. പക്ഷേ അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ തന്നെ അപമാനിച്ചതായിട്ടുള്ള, സാധാരണക്കാരനായി ചെന്ന് തന്നെ അപമാനിച്ചതായി അവരെ ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി റോൾസ് റോയ്സ് കാർ വലിയ രാജാക്കന്മാർക്കും രാഷ്ട്രത്തലവന്മാർക്കും മാത്രം അവർ അത്തരത്തിൽ വിറ്റുകൊണ്ടിരുന്ന ആ കാലത്ത് ആ റോൾസ് റോയ്സ് കാറിൻ്റെ ഒരു ഭാഗം അദ്ദേഹം അടർത്തി മാറ്റിയിട്ട് അവിടെ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് കൊണ്ടു നടക്കുവാനായിട്ട് ക്രമീകരണം ചെയ്തു എന്നാണ്. അപ്പോൾ അവരങ്ങ് ഇംഗ്ലണ്ടിൽ അറിഞ്ഞു ഇതാ റോൾസ് റോയ്സ് കാർ ഇന്ത്യയിൽ വേസ്റ്റുമായിട്ട് സഞ്ചരിക്കുന്നു. അവർക്ക് വലിയ നാണക്കേടായി. കാരണം വലിയവരായ ആളുകൾ സഞ്ചരിക്കേണ്ടതായ അതിനെ ചത്ത പട്ടിയും ചത്ത പൂച്ചയും ഒക്കെ ആയി കിടക്കുന്നതായിട്ടുള്ള വേസ്റ്റ് ഒക്കെ ഇട്ടുകൊണ്ട് പോവുകയാണ്. ഉടനെ അവർ രാജാവുമായി ബന്ധപ്പെട്ടു. അവർ തങ്ങളുടെ തെറ്റിന് ക്ഷമ ചോദിക്കുകയും രാജാവിനോട് അത്തരത്തിൽ മാപ്പ് ചോദിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് കഥയിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വിലയേറിയ വാഹനങ്ങളാണ് നമ്മളെങ്കിൽ ആ വാഹനത്തിൽ അതിൻ്റെ പ്രധാന സ്ഥാനത്തുണ്ടാകേണ്ടത് കർത്താവ് തന്നെയാണ് എന്ന് തിരിച്ചറിയണം. കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന പടകായി നമ്മുടെ ജീവിതം തീരണം. പത്രോസിൻ്റെ ജീവിതത്തിൽ പിന്നീട് പല അനുഭവങ്ങളിലൂടെ പത്രോസ് കടന്നു പോകുന്നു. ഞാൻ സമയക്കുറവ് കൊണ്ട് ഞാൻ അതിലേക്ക് എല്ലാത്തിലും പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അവിടെ ഇതാ ഒരു രാത്രിയിൽ യേശു കടലിന്മേൽ നടന്നു വരുമ്പോൾ ഇവരുടെ പടകൊക്കെ ആകപ്പാടെ ഇളകി മറിയുന്നതായിട്ടുള്ളൊരു സാഹചര്യം. എല്ലാവരും ഭയചകിതരായി നിൽക്കുന്ന സമയത്ത് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പത്രോസ് കടലിന്മേൽ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പത്രോസ് അവിടെ മുങ്ങിപ്പോകുന്ന ഒരു രംഗം നമ്മൾ കാണുന്നു. കാരണം എന്താണ്? യേശുവിൽ നിന്നുള്ള ശ്രദ്ധ മാറിപ്പോയപ്പോൾ, പ്രതികൂലങ്ങളിലേക്ക് ശ്രദ്ധ മാറിപ്പോയപ്പോൾ അവൻ്റെ ക്രിസ്തുവിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടുകയും അവൻ മുങ്ങിപ്പോവുകയും ചെയ്തതായിട്ട് നാം കാണുന്നു. അപ്പോൾ പത്രോസ് എന്ന പടക് മുങ്ങിപ്പോകുമ്പോൾ കർത്താവാണ് ആ പടകിനെ രക്ഷിക്കുന്നത്. അതുപോലെ ഗെത്സമനെ തോട്ടത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട പത്രോസ് അവിടെ വെച്ച് ഉറങ്ങിപ്പോകുന്നു. പിന്നീട് ഒരു വേലക്കാരത്തിന് മുമ്പിൽ വെച്ച് യേശുവിനെ തള്ളിപ്പറയുന്നു. ഇവിടെ ഇതാ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്മാറ്റത്തിൻ്റെ ഒരു രാത്രിയുടെ അനുഭവം നമ്മളവിടെ കാണുകയാണ്. അവൻ്റെ പടകു എടുത്തുകൊണ്ട് കൂട്ടത്തിൽ അവൻ്റെ കുറേ ശിഷ്യന്മാരും അവർ പുറപ്പെട്ടു പോവുകയാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഒരു മീനിനെ പോലും പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പത്രോസ് മാറുകയാണ്. പത്രോസിൻ്റെ രൂപാന്തരത്തിൻ്റെ ആരോഹണ ക്രമമാണ് നമ്മൾ ആദ്യമൊക്കെ കണ്ടതെങ്കിൽ ഇവിടെ ഇതാ വലിയൊരു അവരോഹണ ക്രമം സംഭവിക്കുകയാണ്. താഴ്ചയിലേക്ക് വീഴ്ചയിലേക്ക് ആ പത്രോസ് എന്ന പടക് ആടി ഉലയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എന്നാൽ ആ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ, ഫലശൂന്യതയുടെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ യേശു അവനെ തള്ളിക്കളയുന്നില്ല. യേശു അവനെ തേടി വരികയാണ്. പ്രിയമുള്ളവർ, ഇതാണ് നമ്മുടെ സുവിശേഷം. ക്രിസ്തു നമ്മെ തേടി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ സുവിശേഷം. അവിടെ വന്നു കഴിയുമ്പോൾ അവിടെ പത്രോസിന് ഇതാ പ്രഭാത ഭക്ഷണം കർത്താവ് ഒരുക്കി വെക്കുന്നുണ്ട്. ആ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷമാണ് യേശു അവനോട് സംസാരിക്കുന്നത്. യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യം. അവിടെ പത്രോസ് പറയുന്നുണ്ട്, ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അത് വീണ്ടും ആവർത്തിക്കുന്നു. അന്നേരവും പറയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. മൂന്നാമതും ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൽ പത്രോസ് ദുഃഖിച്ചു. ആ പത്രോസിൻ്റെ കണ്ണുകൾ നിറയുകയാണ്. 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ഇതാ 3 പ്രാവശ്യം ഏറ്റുപറഞ്ഞ് പുതിയൊരു രൂപാന്തരത്തിലേക്ക് വരികയാണ്. ആ രൂപാന്തരപ്പെട്ട പത്രോസിനെയാണ് കർത്താവ് ആ സ്നേഹത്തിൽ രൂപാന്തരപ്പെട്ട സ്നേഹത്തിൻ്റെ ഒരു വീണ്ടെടുപ്പ് ഉത്സവത്തിലേക്ക് വന്നപ്പോൾ പത്രോസിനെ വീണ്ടും തൻ്റെ ആടുകളെ മേയ്ക്കുവാൻ തക്കവണ്ണം കർത്താവ് നിയോഗിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നീട് നമ്മൾ കാണുന്നത്, ഒരു കാലഘട്ടത്തിൽ പത്രോസിൻ്റെ പടകിനെയാണ് കർത്താവ് ഉപയോഗിച്ചതെങ്കിൽ പിന്നീട് ഇതാ തൻ്റെ ആടുകളെ മേയ്ക്കുവാൻ തൻ്റെ സഭയാകുന്ന പടകിൽ ഒരു നിർണായകമായ ആ സ്ഥാനം വഹിക്കുവാൻ പത്രോസിനെ തിരഞ്ഞെടുത്ത കർത്താവ് പിന്നീട് നമ്മൾ കാണുന്നത് പത്രോസിനെ തന്നെ ഒരു പടകാക്കി മാറ്റുന്നതാണ്. എത്ര സുന്ദരമായ, ഇതാണ് ജീവിതത്തിൻ്റെ രൂപാന്തരം എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്തുവിൽ രൂപാന്തരപ്പെട്ടവരായി തീരുമ്പോൾ ഇത്തരത്തിലുള്ള രൂപാന്തര സമൂഹത്തിൽ സൃഷ്ടിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കുമെന്നുള്ള തിരിച്ചറിയണം. പെന്തക്കോസ്തലത്തിൽ എന്താണ് സംഭവിച്ചത്? അതുവരെ കാര്യമായി ഒരു പ്രസംഗവും ചെയ്തിട്ടില്ലാത്ത 10 പേരുടെ മുമ്പിൽ നിന്ന് പണ്ട് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ചൊക്കെ പറഞ്ഞതല്ലാതെ വലിയ പ്രസംഗമൊന്നും ചെയ്തിട്ടില്ലാത്ത പത്രോസ് തൻ്റെ ഗംഭീരമായ പ്രസംഗം ചെയ്യുകയാണ്. 3000-ഓളം പേര് സഭയോട് ചേരുകയാണ്. പത്രോസിൻ്റെ വാക്കുകൾക്ക് ഒരു ഔഷധ ഗുണം ഉണ്ടാവുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നു, ഇതാ മുടന്തനായ ഒരു മനുഷ്യനെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ മുടന്തനായ ഒരു മനുഷ്യൻ്റെ കരം പിടിച്ച് പത്രോസ് ഉയർത്തുമ്പോൾ അവൻ ഇതാ സൗഖ്യത്തോടു കൂടി എഴുന്നേൽക്കുന്നു. അതിനുശേഷം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുന്നത്, പത്രോസിൻ്റെ നിഴലെങ്കിലും വീണാൽ സൗഖ്യമാകുമെന്ന് പ്രതീക്ഷിച്ച്
അവിടെ ആളുകളെ കൊണ്ടുപോയി കിടത്താറുണ്ട്, രോഗികളെ കിടത്താറുണ്ട് എന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, പത്രോസ് എന്നുള്ള വ്യക്തി ആ പൂർണ്ണമായ പരിശുദ്ധാത്മാവിലുള്ള രൂപാന്തരത്തിലേക്ക് വന്നപ്പോൾ വാക്കുകൾക്ക് ഔഷധ ഗുണമുണ്ടാകുന്നു, അവൻ്റെ കരങ്ങൾക്ക് ഔഷധ ഗുണമുണ്ടാകുന്നു, അവൻ്റെ നിഴലിന് പോലും ഔഷധ ഗുണമുണ്ടാകുന്ന രൂപാന്തരമാണ് അവിടെ സംഭവിക്കുന്നത്. ഈ ഒരു വലിയ രൂപാന്തരത്തിൻ്റെ അനുഭവക്കാരായി മാറുവാൻ നമുക്കെല്ലാവർക്കും രാജകീയ പുരോഹിത വർഗം എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും അതിന് സാധിക്കേണ്ടതാണ്. ONV കുറുപ്പിൻ്റെ വളരെ ഹൃദ്യമായൊരു കവിതയാണ് തുളസി എന്നൊരു കവിത. ആ കവിതയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കൈത പൂമണം മൂന്തി മതിക്കും കാറ്റേ, ചാരു കൈരവ മലരിനെ നൃത്തമാടിക്കും കാറ്റേ, നിന്നെ എതിരേൽക്കുവാൻ സൽക്കരിക്കുവാൻ എൻ്റെ കുടിലിൻ മുറ്റത്തൊരു കൊച്ചു തുളസിച്ചെടി മാത്രം. അറ്റത്ത് വിരിയുന്ന പൂക്കളിൽ മാത്രമാണ് ഇറ്റിച്ചു നിൽക്കുന്നതല്ല, അടിതൊട്ട് അറ്റത്തോളം തണ്ടിലും തളിരിലും തൻ കരൾത്താരും ഗന്ധം തുളുമ്പി തുടിക്കുന്നു. പാവനമീ ഗംഗയിൽ സ്നാനം ചെയ്യാൻ ഒരു നാൾ ഈ വഴി വരില്ലേ നീ എന്ന് കവി ചോദിക്കുകയാണ്. കവി പറയുകയാണ്, എൻ്റെ മുറ്റത്തൊരു തുളസിച്ചെടിയേ ഉള്ളൂ, നിന്നെ സ്വീകരിക്കാനായിട്ട് നീ കൈത പൂമണമൊക്കെ ഏറ്റുവരുന്നതാണ്, അതുപോലെ മനോഹരമായ ആമ്പൽപ്പൂക്കളെ തഴുകി വരുന്ന കാറ്റാണ്, പക്ഷേ നിന്നെ സ്വീകരിക്കുവാൻ ഒരു കൊച്ചു തുളസിച്ചെടി മാത്രമേ എൻ്റെ മുറ്റത്തുള്ളൂ. പക്ഷേ എനിക്കെന്ന അഭിമാനമുണ്ട്, കാരണം ആ തുളസിച്ചെടിയുടെ അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അതിൻ്റെ വേരിന് ഔഷധ ഗുണമുണ്ട്, തണ്ടിന് ഔഷധ ഗുണമുണ്ട്, ഇലകൾക്ക് ഔഷധ ഗുണമുണ്ട്, ഉണങ്ങിയ ഇലകൾക്ക് പോലും ഔഷധ ഗുണമുണ്ട്. അതുകൊണ്ട് അഭിമാനം കൊള്ളുകയാണ്. ആ തുളസിച്ചെടിയാണ് എൻ്റെ കയ്യിലൊരു തുളസിച്ചെടിയേ ഉള്ളൂവെങ്കിലും ആ തുളസിച്ചെടി ഇതാ സമസ്ത ഭാഗങ്ങളിലും ഔഷധ ഗുണമുള്ള ചെടിയായി ആ കവി അതിനെ പ്രഖ്യാപിക്കുകയും ആ രീതിയിൽ അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ രൂപാന്തരം എന്ന് പറയുന്നത് ഇതാണ്. ക്രിസ്തുവിനെ നമ്മൾ ഏറ്റുവാങ്ങി കഴിയുമ്പോൾ, ക്രിസ്തുവിൻ്റെ വകയായി നാം തീർന്നു കഴിയുമ്പോൾ നമുക്കെന്താണ് ചെയ്യാൻ കഴിയും? നമുക്ക് ഇത്തരത്തിലുള്ള വലിയ വൻമരങ്ങളാകുവാൻ നമുക്ക് കഴിഞ്ഞൊന്നും വരണമെന്നില്ല. എന്നാൽ ഇതാ തുളസിച്ചെടികളായി തീരുവാൻ നമ്മുടെ എല്ലാ വാക്കുകൾക്ക് ഔഷധ ഗുണമുള്ളവരായി, നമ്മുടെ പ്രവൃത്തികൾക്ക് ഔഷധ ഗുണമുള്ളവരായി, നമ്മുടെ വിശ്വാസത്തിന് ഔഷധ ഗുണമുള്ളവരായി, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഇടപെടലുകളിലും സമീപനങ്ങളിലും ഔഷധ ഗുണമുള്ളവരായി തീരുമ്പോൾ സമൂഹത്തെ രൂപാന്തരത്തിലേക്ക് നയിക്കുവാൻ നിശ്ചയമായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന് അത് സാധ്യമാകും. അത്തരത്തിലുള്ള രൂപാന്തരത്തിൻ്റെ അനുഭവം അതിൻ്റെ ഓഹരിക്കാരായി മാറുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട പ്രൈസ് അച്ഛനോടും ഇടവക ചുമതലക്കാരോടും എന്നെ കേട്ട വിശ്വാസ സമൂഹത്തോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിച്ച ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശ്വാസ സംഗതികളെ നമുക്ക് ഒരുമിച്ച് പ്രഖ്യാപിക്കാം. അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം. അവന്റെ പരിശുദ്ധത്തിന്റെ ഉയർത്തിനെ സ്വർഗത്തിലേക്ക് നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നു.
നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകും. നിന്റെ സംരക്ഷണത്തെ ഞങ്ങൾ ഉറപ്പോട് ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗിലെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസീദാസന്മാരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ എവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ പ്രമാണങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ടും ഒരുങ്ങാം. നമുക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നു. നമ്മുടെ രാജ്യം അതിഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നാം അധിവസിക്കുന്ന കേരള സംസ്ഥാനവും നമ്മുടെ ദേശത്തിന് ചുറ്റുവട്ടവുമൊക്കെയും അത്തരത്തിലുള്ളതായ വൈറസ് ഭീതികളാൽ ജനം പേടിച്ച് ഭീതിയോടെ കഴിയുന്ന അവസരത്തിലാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, നിന്റെ തിരുസാന്നിധ്യത്താ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഭീതിയിൽ കഴിയുന്ന ജനങ്ങളെ നിന്റെ കൃപയാൽ ആശ്വാസത്താലും ധൈര്യത്താലും നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭീതികൾക്കിടയിലും പലതരമായ രോഗങ്ങളാൽ കഴിയുന്നവരുണ്ട്, ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്. പേടിച്ചിട്ട് ആശുപത്രികളിൽ പോകുവാൻ സാധിക്കാതെ ഭവനങ്ങളിലൊക്കെ പല മരുന്നുകളാലൊക്കെ കഴിയുന്നവരുണ്ട്. ശാരീരികമായ ക്ഷീണങ്ങളാൽ ഉള്ളവരുണ്ട്. കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും ദക്ഷിണേന്ത്യാ സഭയ്ക്ക് വേണ്ടിയും സകല ക്രൈസ്തവ സഭകൾക്കൊക്കെയും അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ ജാതി മത വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമ്മുടെ അയൽക്കാർക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ കൃപയാൽ ഈ സമൂഹത്തെയും ജനങ്ങളെയും രക്ഷിക്കണമേ എന്ന വിശ്വാസികളായ നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷ പിന്നാലെ കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷന്മാർക്ക് വേണ്ടിയും ഡോക്ടർ ധർമ്മരാജ റസാലം എന്ന നമ്മുടെ മോഡറേറ്റർ തിരുമേനിക്ക് വേണ്ടിയും PCS സിംഗ് എന്ന ഉത്തരേന്ത്യാ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഡോക്ടർ ജോസഫ് മാർത്തോമ എന്ന മാർത്തോമാ സഭയുടെ മെത്രോപൊലിത്തയ്ക്ക് വേണ്ടിയും ഡോക്ടർ BN ഫെൻ നമ്മുടെ ബിഷപ്പ് തിരുമനസിന് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറാർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും
പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവജനത്തിന്റെ ഐക്യത്തിന് വേണ്ടി, ലോകത്തിലവരുടെ സേവനത്തിനും സഖ്യത്തിനും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സൺഡേ സ്കൂളുകൾ, യുവജന സഖ്യം, ശ്രീജന സഖ്യം, വൈദിക സെമിനാറുകൾ, സുവിശേഷങ്ങൾ, ആശ്രമങ്ങൾ, സിസ്റ്റർഹുഡ്, നമ്മുടെ ഗായക സംഘം എന്നിവയ്ക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കാരുണ്യവാനായ സ്വർഗ്ഗീയ പിതാവാം ദൈവമേ, ഞങ്ങൾ ജീവിക്കുന്ന ആ സമൂഹത്തിൽ നിന്റെ കൃപയാൽ ഞങ്ങൾ ജീവിക്കുന്നു. ഇന്ന് ഞങ്ങളായിരിക്കും ദൈവകൃപയാൽ എന്ന് ഒരുക്കത്തോടെ കർത്താവ്, വിശ്വാസത്തോടെ പറയുവാൻ തൊക്കണം ഞങ്ങളെ ഈ പകൽക്കാലം നീ പ്രേരിപ്പിച്ചിരിക്കുന്നതിനായിട്ട്, കർത്താവ് നീ ഒരുക്കുന്നതിനായിട്ട്, കർത്താവിന് ധൈര്യം പകർന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ലോകം മുഴുവൻ കർത്താവെ കൊറോണ വൈറസ് എന്ന ഒരു രോഗത്തിന്റെ, ആ വൈറസിന്റെ ഭീതിയാൽ ജനം പേടിച്ച് കഴിയുമ്പോൾ നാദാ നിന്റെ തിരുസാന്നിധ്യം കർത്താവെ ലോകത്തിന്റെ മേലും, കർത്താവെ സമൂഹത്തിന്റെ മേലും, ഞങ്ങളുടെ ദേശത്തിന്റെ മേലും, കർത്താവെ ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ മേലും, കർത്താവെ ജനങ്ങളുടെ മേലും കർത്താവിന്റെ കൃപയുണ്ടാകണമേ എന്ന്, രോഗസൗഖ്യം നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ആളുകൾ കർത്താവെ ഓരോ ദിനം തോറും കർത്താവ് 1000ന്റെ മുകളിൽ ആളുകൾക്ക് കർത്താവെ കോവിഡ് ഈ വൈറസ് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ മുന്നേറുമ്പോൾ കർത്താവിന്റെ കൃപ കർത്താവെ അവിടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. ഈ രോഗത്തിനൊരു ശമനം ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ നാഥ. നിന്റെ തിരുസാന്നിധ്യം കർത്താവെ ഓരോ മക്കൾക്കും കൊടുത്ത് കർത്താവെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ കർത്താവെ ദൈവത്തിലേക്ക് കണ്ണുകളോർത്തുകൊണ്ട് കർത്താവെ നിൽപ്പാൻ തൊക്കണം. പ്രാർത്ഥനയാൽ ഉപവാസാലും അല്ലാതെ ഈ വ്യാധി മാറുകയില്ല എന്ന കർത്താവ് വചനങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിന്റെ തിരുസന്നിധിയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ നാഥ ഞങ്ങളെ ആകുന്നായ സമയങ്ങളിൽ ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ തിരുകൃപയിലേക്ക് നോക്കുവാൻ കർത്താവെ, ദൈവവചനത്തിലേക്ക് കർത്താവെ ഉറ്റുനോക്കുവാൻ തക്കണം ഞങ്ങളെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച പട്ടത്തെ ശുശ്രൂഷ ഞായറാഴ്ചയായിട്ട് കർത്താവെ ഞങ്ങൾ വേർതിരിക്കുമ്പോൾ നാഥ എല്ലാ പട്ടക്കാർക്കും മേൽപ്പട്ടക്കാർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിപ്പാൻ നാഥ എല്ലാവരെയും ഒരുക്കുന്നതിനായിട്ട്, വിശ്വാസ ജനതയെ ഒരുക്കുന്നതിനായിട്ട് സ്തുതിക്കുന്നു. കർത്താവെ, രാജകീയ പുരോഹിത വംശമായി കർത്താവെ ഞങ്ങളെ ഈ സമൂഹത്തെ മുഴുവനായിട്ട് നീ കർത്താവെ വിശ്വാസികളാകുന്ന ഞങ്ങളെ കർത്താവ് നീ ഒരുക്കിടുമ്പോൾ നിന്റെ കൃപയിൽ ജീവിപ്പാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ മുൻപ് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, പല പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പകൽക്കാലം നീ ഒരുക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനേക മക്കളുണ്ട് നാഥ. അവരേത് രാജ്യങ്ങളിലായിക്കൊള്ളട്ടെ, ഏത് സമൂഹത്തിലായിക്കൊള്ളട്ടെ, ഏത് ദേശങ്ങളിലായിക്കൊള്ളട്ടെ നാഥ, ഇപ്പോൾ ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ തിരുകൃപ നാഥ ഇപ്പോൾ അവിടെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ തിരുകൃപ ഞങ്ങളുടെ കുറവുകളെയൊക്കെ ക്ഷമിച്ചുകൊണ്ട് ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഞങ്ങളുടെ മേൽ നീ ഒരുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ചാട്ടെ. യേശു മിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു, കേൾക്കണ പിതാവേ. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ ജന്മദിനം കൊണ്ടാടിയും വിവാഹ വാർഷികം ആഘോഷരായ പ്രിയപ്പെട്ടവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിലെ ജന്മദിനം കൊണ്ടാടിയ നമ്മുടെ സഭയിലെ പ്രിയപ്പെട്ട മക്കൾ മിസ്റ്റർ ടി കെ മാത്യു, മിസ് ഡോറിസ് ബെനിറ്റ, മിസ്റ്റർ സുനിൽ ജെ ജേക്കബ്, മിസ്സസ് പ്രതിഭ രഞ്ജിത്ത്, മിസ്റ്റർ നിതിൻ രാജ്, മിസ്റ്റർ സാന്തനം ജി, ഐസക് ഈപ്പൻ സൂരജ്, എസ്റ്റർ റിബേക്ക സൂരജ്, സാം അലക്സ് ചെറിയാൻ ആൻഡ് അലൻ എം സുഭാഷ്. അതുപോലെ വിവാഹ വാർഷികം ആഘോഷ സഭയിലെ പ്രിയപ്പെട്ടവർ മിസ്റ്റർ ജെ ജോൺ ആൻഡ് മിസ്സസ് രാജം ജോൺ, മിസ്റ്റർ പി ജോയ് പി തോമസ് ആൻഡ് മിസ്സസ് മേഴ്സി കുര്യൻ. ഈ പ്രിയപ്പെട്ടവർ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്റെ യേശു എത്ര നല്ലവൻ.
നമുക്ക് ഈ ജന്മദിനം ആഘോഷവരെയും വിവാഹ വാർഷികം ആഘോഷ പ്രിയപ്പെട്ട നമ്മുടെ സഭാമക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിന്റെ കൃപയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ നാളുകൾ പെരുകുന്നത് എന്ന് പരിപൂർണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുകയും അത് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നു. നാഥ, ജീവിതത്തിലൂടെ ഇന്നേ വരെ അനുഭവിച്ചതായ നന്മകൾ ഓർക്കുമ്പോൾ ദൈവമേ, എബനേസർ നീ ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവം ഇനിയും വഴി നടത്തുമെന്നുള്ള ആ പ്രതീക്ഷയിലും പ്രത്യാശയിലും മുന്നോട്ട് പോകുവാൻ നീ പ്രിയപ്പെട്ട മക്കളെ നീ അവിടുന്ന് അനുഗ്രഹിക്കണം, അവിടുന്ന് വഴി നടത്തിക്കൊള്ളണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുട്ടിപ്രായം മുതൽ ഈ സമയം വരെയും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചതായ ദൈവം ഈ പ്രിയപ്പെട്ട മക്കളെയും അവിടുന്ന് വഴി നടത്തിയല്ലോ. ജന്മനാൾ ആഘോഷിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ ഓരോ ഏടുകളിൽ ഓരോ പിന്നിടുമ്പോൾ, ജീവിതത്തിന്റെ ഓരോ പടവുകൾ അവർ ചവിട്ടി കയറുമ്പോൾ, നാഥ, ദൈവത്തിന്റെ കൃപയായിരുന്നു അവർക്കുള്ളത്. ഇനി മുന്നോട്ടുള്ള പടവുകളിലും ദൈവകൃപ അവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ആ പ്രിയപ്പെട്ട മക്കളോടുകൂടെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. വിവാഹ വാർഷികം ആഘോഷ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. വൈവാഹിക ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം നടത്തിയല്ലോ നാഥ, വീണ്ടും അവരെ അനുഗ്രഹിച്ച് നീ മുന്നോട്ട് നീ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്രത്തോളം നടത്തിയ ദൈവം ഇനിയും നടത്തുമെന്നുള്ള ആ വലിയ ഉറപ്പിന്റെ മേൽ കർത്താവെ ജീവിപ്പാൻ സഹായിക്കണം. ഭീതിജനമായ അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോഴും ദൈവകൃപ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവെ മുന്നോട്ട് പോകാൻ അവരെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ. നമുക്ക് ആ പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് എല്ലാം പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, നിനക്കുള്ള സകലതയ്ക്കായി ആർദ്രതയ്ക്കായി ഞങ്ങൾക്ക് മഹാബലിയും അനുപൂർവമായ ഞങ്ങളെ ഈ ആയുസിന് അനുഗ്രഹം ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്നെ സേവിക്കുക സർവശക്തിയുള്ള ദൈവമേ, സമയത്ത് ഏകമനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാനോട് ഞാൻ കൃപ വന്നിരിക്കുന്നു. 2-3 പേര് നിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ അപേക്ഷകളും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ മക്കളെ ഞങ്ങളുടെ ഓരോരുത്തരെയും ആഗ്രഹങ്ങളെ അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാവുന്ന നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യവനും ഞങ്ങൾക്ക് തരണമേ. നമ്മുടെ ആരാധനയുടെ അവസാന ഭാഗമായ 5-ാം ഭാഗമായ വഴിപാട് സമർപ്പണവും ആശീർവാദവുമാണ്. സ്തോത്രകാഴ്ചയ്ക്ക് മുമ്പായി കീർത്തനം 291 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 291 കീർത്തനം.
നമുക്ക് നമ്മെയും നമ്മുടെ ദാനങ്ങളെയും ദൈവകൃപയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനം സംപ്രീതിയും വർദ്ധിച്ചു വളരുവാൻ തക്കണം ഈ വഴിപാടിനെയും ഇത് അർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആശീർവാദനായിട്ട് നമുക്ക് തലകളെ വണക്കാം. ദൈവത്തിൻ്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, 2-3 അറിയിപ്പുകൾ നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്. മഹായിടവക നോമ്പുകാല വേദപഠന പരീക്ഷ ഓഗസ്റ്റ് 23-ാം തീയതി നടത്തപ്പെടുന്നതായിരിക്കും. ഇന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നതാണ്. ഓഗസ്റ്റ് മാസം മുതൽ സ്ഥിരീകരണ പഠന ക്ലാസ്സുകൾ ഓൺലൈൻ സൂം വഴി ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നു. സ്ഥിരീകരണം കൈക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്നവർ ജൂലൈ 31-ന് മുമ്പ് വാട്സാപ്പിൽ കൂടെ അവരുടെ പേരുകൾ അറിയിക്കാവുന്നതാണ്. 2021 ബിഷപ്പ് അതിൻ്റെ സ്ഥിരീകരണം നടത്തുന്നതിനെക്കുറിച്ച് അതിൻ്റെ ഡേറ്റുകൾ അറിയിക്കുന്നതായിരിക്കും. അതിന് മുമ്പ് ഓൺലൈൻ വഴി ക്ലാസ്സുകൾ സൂമിൽ കൂടെ സൺഡേ സ്കൂളിൽ നടത്തുന്ന പോലെ നടത്തുവാൻ താല്പര്യപ്പെടുന്നു. അതിൻ്റെ പേരുകൾ അറിയിക്കണമെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഓഗസ്റ്റ് 9 മഹായിടവക യുവജന ഞായറായി ആചരിക്കുകയാണ്. യുവജനങ്ങൾ ഓൺലൈൻ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന നന്നായിരിക്കും. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഒരുങ്ങണം എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ഗീതം 412 ഗീതം നമുക്ക് പാടി ആരാധന അവസാനിപ്പിക്കാം. ഗീതം 412 ഗീതം. Show
കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സമാധാനത്തോടെ പോകാം. ആമേൻ.